ഇന്ത്യൻ വാഹന നിർമ്മാതാക്കൾ തങ്ങളുടെ മോഡലുകളെല്ലാം അവതരിപ്പിച്ചപ്പോൾ അതിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മാനുഫാക്ചറർ ഉണ്ട്, ടാറ്റ. കാരണം അതിലൊരു സംശയമില്ല. കാരണം അവരുടെ മോഡലിനെ എടുത്തു നോക്കിയാൽ ഇഷ്ടം പോലെ ഒട്ടനവധി മോഡൽ, ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. അതെ, ഇപ്പം ഈ ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ ടാറ്റയുടെ ഈ ഒരു സേഫ്റ്റിയുടെ കിരീടത്തിലേക്ക് 2 പൊൻതൂവലും കൂടെ. അതെ, ഹാരിയറും സഫാരിയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസം ടാറ്റ തങ്ങളുടെ മുൻനിര മോഡൽസ് ആയ ഹാരിയറും സഫാരിയും പുതിയ ഫേസ് ലിഫ്റ്റ് മോഡലുകൾ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. സോ അതിൻ്റെ ക്രാഷ് ടെസ്റ്റ് റേറ്റിങ്ങുകൾ ഇപ്പോൾ വന്നിരിക്കുകയാണ്. സോ എല്ലാ വണ്ടിപ്രാന്തികൾക്കും ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഹാരിയറിനും സഫാരിക്കും ഗ്ലോബൽ NCAPന്റെ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ ആകെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ റീവാപ്പ് ചെയ്ത എക്സ്റ്റീരിയർ, ഇന്റീരിയർ, ഫീച്ചേഴ്സ് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ 5 സ്റ്റാർ സേഫ്റ്റി. ഇതിപ്പം നീ അന്ന് ലോഞ്ചിന്റെ സമയത്ത് അല്ലെങ്കിൽ മറ്റേ നമുക്ക് മീഡിയ ഡ്രൈവിന് പോയപ്പോൾ നിനക്ക് എന്താ തോന്നി? ആ വണ്ടി ഓടിക്കുമ്പോൾ ആ ഒരു അത് നമ്മൾ വണ്ടി കയറുമ്പോൾ തന്നെ നമുക്കറിയാം. വണ്ടി വെളിയിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. കാരണം അത്രമാത്രം സേഫാണ്. കാരണം ഡോറ് തുറക്കുമ്പോൾ നമുക്കറിയാം ആ ഡോറിൻ്റെ വെയിറ്റും അതിൽ വന്നേക്കുന്ന ആ ഒരു ബിൽഡ് ക്വാളിറ്റിയും. സോ ലാൻഡ് റോവറിൻ്റെ റേഞ്ച് റോവറിൻ്റെ D8 പ്ലാറ്റ്ഫോം, അതായത് ഒമേഗ ആർക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ഇപ്പം സഫാരിയും അതോടൊപ്പം തന്നെ ഹാരിയറും ബിൽഡ് ചെയ്തിരിക്കുന്നത്. വേറൊരു കാര്യമുണ്ട്, അതായത് ഇപ്പൊ ഈ ഒരു ക്രാഷ് ടെസ്റ്റിന്റെ ഇതെല്ലാം റിസൾട്ട് ഒക്കെ വന്ന ഇതിനെല്ലാം ഈ ഒരു 2 ലിറ്റർ എഞ്ചിൻ ഉപയോഗിക്കുന്ന അവിടെ ഒരു വലിയ മിത്തുണ്ടായിരുന്നു. കാരണം ഭയങ്കര അഭ്യൂഹം നടക്കുന്ന ഒരു ഏരിയ ആയിരുന്നത്. കാരണം വെച്ചാൽ ഇത് ഈ ഒരു 2 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സ്റ്റെലാൻഡിസിൽ നിന്ന് സോഴ്സ് ചെയ്തിരിക്കുന്ന എഞ്ചിൻ, അതായത് ഫിയറ്റിൽ നിന്ന് സോഴ്സ് ചെയ്തിരിക്കുന്ന എഞ്ചിനാണ് ഈ ഒരു 2 ലിറ്റർ ടർബോ ഡീസൽ എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു എഞ്ചിൻ വന്നേക്കുന്ന വാഹനങ്ങളിൽ ഒന്നും തന്നെ ഇന്ത്യയിലെത്തുന്ന ഒരു വാഹനം തന്നെ ഇതുവരെ ഹാരിയറും സഫാരിയും പോകുന്നതിന് മുമ്പ് വരെ ക്രാഷ് ടെസ്റ്റിന് പോയിട്ടില്ല. അതിന് മുമ്പായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററിൻ്റെ സ്ഥാനം അത് ഡ്രൈവറിൻ്റെ ഫുട്വെല്ലിൻ്റെ വളരെ അടുത്തായിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ ഇൻ കേസ് ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ ഡ്രൈവർക്ക് ഗുരുതരമായ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അഭ്യൂഹം നിലനിന്നു. അതേസമയം തന്നെ ഈ ഒരു എഞ്ചിനായിട്ട് വന്നിരുന്ന വാഹനങ്ങളൊന്നും തന്നെ ക്രാഷ് ടെസ്റ്റിനും പോയിട്ടില്ല. അപ്പം അത് ഇതിൻ്റെ ആക്കം ഭയങ്കര കൂട്ടിയിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മളെ ടാറ്റ ഈ അഭ്യൂഹങ്ങളും എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് 2 മോഡൽ, ഒരു മോഡലല്ല അവരുടെ 2 മോഡലുകളും ക്രാഷ് ടെസ്റ്റിന് വിധേയമാക്കുകയും 5 സ്റ്റാർ റേറ്റിംഗിൽ കിട്ടുകയും ചെയ്തു. അതെ, അതോടൊപ്പം തന്നെ ഇപ്പം ഹാരിയറിലും നമുക്ക് സഫാരിയിലും അഡാസ് ഫംഗ്ഷൻസ് വരുന്നത്, ലെവൽ 2 അഡാസ് വരുന്നത്. അതാണ് ഏറെക്കുറെ ഒട്ടനവധി ഫീച്ചേഴ്സ്. കാരണം അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ആകട്ടെ, എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം, ദെൻ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് സിസ്റ്റം, പിന്നെ ഫ്രണ്ടും റിയറിലും സെൻസേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വാഹനത്തിൽ 360 ഡിഗ്രി ക്യാമറ, ഒട്ടനവധി സേഫ്റ്റി ഫംഗ്ഷൻസ്. നമ്മൾ പോലും ആർട്ടിക്കിളിലൊക്കെ ചെയ്യുന്നതിന് സഫാരി വരുന്നു, ഹാരിയറിന്റെ ഫേസ് ലിഫ്റ്റ് വരുന്നു. അപ്പൊ എന്താണ് ടാറ്റ ഇനി ലെവൽ 2 അഡാസ് ഉണ്ട്, ഇനി കൂടുതൽ എന്താണ് ടാറ്റ? അതിൽ കൂടുതൽ പറയാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് 6 എയർ ബാഗ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ കൂടാതെ ഒരു 7th എയർ ബാഗ്, അതായത് ഡ്രൈവറിന്റെ നീ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു 7th എയർ ബാഗ് നമുക്ക് ഇതിന്റെ ടോപ്പ് എൻഡ് മോഡലിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ആകെ മൊത്തത്തിൽ എന്നെ പറയുന്നത് ഫീച്ചർ പാക്ഡ് മാത്രമല്ല, സേഫ്റ്റി പാക്ഡ് ആണ്. അതാണ്. പിന്നെ ഇപ്പൊ ഈ ടാറ്റയുടെ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ നമ്മൾ പറഞ്ഞ ഒട്ടനവധി മോഡലുകൾ. തുടക്കം അവർ കുറിച്ചേക്കുന്ന നെക്സോൺ, നെക്സോണിൽ നിന്ന് നേരെ പഞ്ച്, ടിയാഗോ, ആൾട്രോസ്, പിന്നെ ലാസ്റ്റ് സഫാരി, ഹാരിയർ. അതെ, അപ്പം ഒട്ടനവധി മോഡൽസ്, എല്ലാത്തിനും നല്ല സേഫ്റ്റി റേറ്റിംഗ് ആണ്. 4ഉം 5 സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ് ടാറ്റ വാരി കൂട്ടിയിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ അടുത്ത് കിടക്കുന്ന ആൾട്രോസ് ആണെങ്കിൽ പോലും 5 സ്റ്റാർ റേറ്റിംഗിന് ഉടമയാണ്. അതെ, ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന ഗ്ലോബൽ NCAP റേറ്റിംഗ് ആണ്. അതോടൊപ്പം തന്നെ ഭാരത് NCAP റേറ്റിംഗിന് വേണ്ടിയും ടാറ്റ കാത്തിരിക്കുകയാണ്. അതെ, ഭാരത് NCAPൽ എനിക്ക് തോന്നുന്നു 30ഓളം വണ്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതെ, ആ രജിസ്റ്റർ ചെയ്തേക്കുന്ന 30 വണ്ടികളിൽ 2 നമ്മുടെ ഹാരിയറും സഫാരി. സോ ഇപ്പോൾ നമുക്ക് ഗ്ലോബൽ NCAP സേഫ് കാർസ് ഫോർ ഇന്ത്യ എന്നുള്ള ആ ഒരു ബാനറിലാണ് ഇതിന്റെ റിസൾട്ട് വന്നിരിക്കുന്നത്. ഇനി ഭാരത് NCAPൽ ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് ഊഹിക്കാം. ഇതുവരെ വന്നിട്ടില്ല, എന്നാലും നമുക്ക് ഊഹിക്കാം. പുതിയ സഫാരി ആൻഡ് പുതിയ ഹാരിയർ, ഇവയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ്സിലൂടെ ഞങ്ങളെ അറിയിക്കുക.
അതോടൊപ്പം തന്നെ ഈ സേഫ്റ്റി റേറ്റിങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം. പിന്നെ നമ്മുടെ ഇപ്പം കുരുടി പോയ ആ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. സഫാരിയെ കുറിച്ചും ഹാരിയറിനെ കുറിച്ചുള്ള വീഡിയോസ് നിങ്ങൾ കാണുക. പിന്നെ വാഹനങ്ങൾ ഷോറൂമിൽ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഓടിച്ചു നോക്കുക. ഞങ്ങൾ ഈ പറയുന്നതല്ല, നിങ്ങൾ ഒന്ന് ഡ്രൈവ് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസും കമന്റ്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡ്രൈവ്സ് വർക്ക് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Until next time, this is Kuridi and Pepe signing out.